ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങൾ കാണുന്നുണ്ട്. അതിലേക്കൊന്ന് പോയി വരാം. ുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അതിപ്പോഴും ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു കേസ് ആയിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത തന്നെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടുന്ന ഒന്നാണ്. കാരണം SFIO അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ നിലവിലൊരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസ് വിധി പറയേണ്ടുന്ന ഘട്ടം വരുന്ന സന്ദർഭത്തിലാണ് ആ കേസ് കേട്ടുകൊണ്ടിരുന്ന ജഡ്ജിയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയത്. അങ്ങനെ സ്ഥലം മാറിപ്പോയപ്പോൾ ആ ജഡ്ജി തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് പറഞ്ഞത് ഈ കേസ് തുടർ വാദം കേൾക്കുന്നതിന് പുതിയ ജസ്റ്റിസിനെ നിശ്ചയിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും പുതിയ ജസ്റ്റിസിനെ നിയമിച്ച് ജൂലൈ മാസം കേസ് വിശദമായിട്ട് കേൾക്കാം എന്ന് കോടതി പറഞ്ഞതിന് ശേഷം അതിനിടയിൽ SFIO ഇങ്ങനെയൊരു നാടകം നടത്തിയതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ്. ഒരു നിയമപരമായിട്ടുള്ള നിലപാടുമല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ലോകത്തിന് മനസ്സിലാവുമല്ലോ. എങ്കിലും ഞാൻ പറഞ്ഞത് കേട്ടെ, അതിനുശേഷം ചോദിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കേസ് അനുവദിക്കാൻ പാടില്ല എന്ന നിയമപരമായ ഭരണഘടനാപരമായ തടസ്സവാദത്തെ തള്ളിക്കളയാത്തിടത്തോളം കാലം ഇങ്ങനെയൊരു കേസ് നിലനിൽക്കുന്നതല്ല എന്ന് സാമാന്യ നിയമപരിജ്ഞാനമുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ രാഷ്ട്രീയമായ ഗൂഢോദ്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേസ് മാത്രമാണ് SFIOയുടെ ഭാഗമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഈ കേസ്. ഈ കേസ് വിശദമായിട്ട് കേൾക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തീയതി തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. മാസം തീരുമാനിച്ചിട്ടുണ്ട്. കേസ് കേട്ടുകൊണ്ടിരുന്ന ജഡ്ജി മാറുകയും ചെയ്തു. അലഹബാദിലേക്ക് പോയി. പുതിയ ജസ്റ്റിസ് ഇപ്പോൾ കൃത്യമായിട്ട് കേസ് കേൾക്കാനുള്ള തീയതി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ വാദം കേൾക്കുന്നതിന് മുമ്പ് SFIO എന്തടിസ്ഥാനത്തിലാണ് ഇമാതിരി ഒരു നിലപാടുമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഗൌരവപൂർവ്വം പരിശോധിക്കേണ്ടതാണ്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഗവൺമെന്റോ മുഖ്യമന്ത്രിയോ രണ്ട് കമ്പനികൾ തമ്മിലുണ്ടാക്കിയിട്ടുള്ള കരാറുമായിട്ട് ബന്ധപ്പെട്ട് വഴിവിട്ട ഒരു സഹായവും നൽകിയിട്ടില്ല എന്ന് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുക. ഒരു സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കോടതിയുടെ പരാമർശത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിനെതിരായ നിലപാടാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ഭൂമി നൽകുന്നതിന് വേണ്ടി കലക്ടർ നൽകിയിട്ടുള്ള ശുപാർശയെ എതിർത്തുകൊണ്ട് ഭൂമി നൽകിക്കൂടാ എന്ന നിലപാടെടുത്ത ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അതിനു മുമ്പുള്ള ഗവൺമെന്റ് അങ്ങനെയല്ല. അപ്പോൾ അനുകൂലമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല, ഗൌരവപൂർവ്വം കാണേണ്ടത് 3 കോടതികൾ, 3 വിജിലൻസ് കോടതികൾ. ഏതൊക്കെയാ വിജിലൻസ് കോടതി നിങ്ങൾക്കറിയാലോ, പത്രപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് തിരുവനന്തപുരം കോടതി, മറ്റൊന്ന് മൂവാറ്റുപുഴ കോടതി, മറ്റൊന്ന് കോട്ടയം കോടതി. ഈ 3 വിജിലൻസ് കോടതികളും ഈ കേസ് സംബന്ധിച്ച് ഈ രാഷ്ട്രീയമായ ഉന്നത്തിന്റെ അപ്പുറത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട്, വിശദമായി സ്വീകരിച്ചിട്ടുണ്ട്. 3 കോടതിയും പറഞ്ഞത് മുഖ്യമന്ത്രിയെ പ്രതി ചേർക്കുന്നതിന് അഴിമതി നിരോധന നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുഖ്യമന്ത്രിയെ ഈ കേസുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ഒരു തെളിവുമില്ല, ഒരു കാര്യവും പറയാനില്ല, ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം കൃത്യമായിട്ട് കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഈ 3 കോടതിയും തള്ളിയതിനു ശേഷം ഒരു കോൺഗ്രസ് നേതാവ് MLA തന്നെ എന്റെ കയ്യിൽ വലിയ തെളിവുകളുണ്ട്, ഈ കോടതികളൊന്നും തള്ളിയതിനെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോയി. ഇതെല്ലാം വിജിലൻസ് കോടതിയാണ്. ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതി വിശദമായ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു.
പരിശോധിച്ചതിന് ശേഷം ഹൈക്കോടതിയുടെ വിധി വന്നു. ആ വിധിയിൽ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയെ പ്രതിയാക്കുന്നതിനു വേണ്ടി പത്രങ്ങളിലും അതുപോലെ തന്നെ വാർത്താമാധ്യമങ്ങളിലും പറയുന്നതിനപ്പുറത്ത് ഒരു തെളിവും ഹാജരാക്കാൻ ഈ MLAക്ക് സാധിച്ചിട്ടില്ല. വഴിവിട്ട എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും രീതിയിലുള്ള ഒരു സഹായം നൽകിയിട്ടില്ല എന്ന കാര്യം കൃത്യമായിട്ട് ആവർത്തിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 61ാമത്തെ പേര, ആ ഹൈക്കോടതി വിധിയുടെ 61ാമത്തെ പേരയിൽ നിങ്ങൾ ഈ അഴിമതിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് മറ്റ് നേതാക്കന്മാർ ഉൾപ്പെടെ വാങ്ങിയ പണത്തെ സംബന്ധിച്ചിടത്തോളം പരാമർശിക്കപ്പെടുന്നില്ല എന്ന് ഹൈക്കോടതി തന്നെ ഇങ്ങോട്ട് ചോദിച്ചു. എന്തുകൊണ്ട് പരാമർശിക്കപ്പെടുന്നില്ല? വാങ്ങിയ ഒരുപാട് ആളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ. ചില ആൾ സമ്മതിച്ചിട്ടുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാരെ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്. എന്നാൽ അവർക്കെതിരായിട്ട് എന്തുകൊണ്ട് പരാമർശമില്ല? ഇത് SFIക്കും ബാധകമാണ്. എന്തുകൊണ്ടില്ല എന്നുള്ള ചോദ്യത്തിന് ഹൈക്കോടതിയുടെ 61ാം പേരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്, SFIയും ബാധകമാണ്. അപ്പൊ രാഷ്ട്രീയ പ്രേരിതമായിട്ട് മാസപ്പടി നിങ്ങൾ കൊടുത്ത പേരാണ്, നിങ്ങളെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ കൊടുത്ത പേരാണ്. ആരെങ്കിലും മാസപ്പടി അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൈക്കൂലി വാങ്ങിയിട്ട് ടാക്സ് അടക്കുമോ? കൈക്കൂലി വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ ടാക്സ് അടക്കുമോ? എല്ലാം ബാങ്ക് വഴിയാണ് മുഴുവൻ ചേഞ്ച് നടത്തിയിട്ടുള്ളത്, കൈമാറ്റം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ശുദ്ധ അസംബന്ധം എഴുന്നള്ളിച്ച് പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ ശക്തിയായി പ്രവർത്തിക്കുന്ന CPIMനെ കളങ്കപ്പെടുത്തുന്നതിന്, മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് രാഷ്ട്രീയ ശക്തിയായ കടന്നാക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് ഈ SFIയുടെ ഇന്നത്തെ ഈ തെറ്റായ, എന്ന് പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമായ, സംഘടന നിയമപരമായിട്ടല്ലാത്ത, കാരണം ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ കേസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ മേലെ വേറൊരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം ശ്രദ്ധ ആ തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഇത് രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തെ ശക്തിയായിട്ട് ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും. കമ്പനികൾ തമ്മിലുള്ള കരാറുകളും പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതല്ല, അത് നിയമപരമായിട്ട് തന്നെ നടക്കേണ്ടുന്ന പ്രക്രിയ മാത്രമായിട്ടേ കാണേണ്ടിയുള്ളൂ. ആ രീതിയിൽ ഞങ്ങൾ ഇതിനെ കാണുകയാണ്. അതുകൊണ്ട് പ്രതിപക്ഷവും അതുപോലെ തന്നെ ഈ മഴവിൽ സഖ്യം, കേരളത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഈ മഴവിൽ സഖ്യമുണ്ടല്ലോ, RSS, BJP, സംഘപരിവാർ, അതുപോലെ തന്നെ കോൺഗ്രസ്, UDFന്റെ ഭാഗമായിട്ടുള്ളവർ, അതിന്റെ ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി, SDPI ഉൾപ്പെടെയുള്ള ഈ സഖ്യം CPMനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഗവൺമെന്റിനെതിരായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വില കുറഞ്ഞ നിലപാടിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. അതൊന്നും എനിക്കറിയില്ല, അറസ്റ്റ് പോയോ ഇല്ലയോ എന്നുള്ളതല്ല. ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കല്ല കിടക്കുന്നത്. ഇതിങ്ങനെ നിയമപരമായിട്ട് ഒരു കാര്യം ചെയ്യാൻ ഇവർ അവകാശമില്ല. ആ കേസിന്റെ മേലെ ഏറ്റവും ശക്തമത്തായ രീതിയിലൊരു വാദം ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കേസിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകേണ്ടുന്ന ഒരു കാര്യമില്ലാത്ത സന്ദർഭത്തിൽ ബോധപൂർവം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ട് ഈ കള്ളപ്രചാരവേല നടത്താൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാം കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രം. നിങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മഴവിൽ സഖ്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢമായ ഒരു ശ്രമം മാത്രമാണിത്. എന്നിട്ട് അതിന്റെ മേലെ രാജിവെക്കണമെന്നുള്ള മുദ്രാവാക്യം കൂടി വെക്കാൻ ഉളുപ്പില്ലാതെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത്. അല്ല, ഒരുപാട് ആൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. യെസ്, അവസാനിപ്പിക്കാം. മുഖ്യമന്ത്രി അല്ല, സുരേഷ് ഗോപി എപ്പാ ഭീഷണിപ്പെടുത്താത്തത്? അദ്ദേഹത്തെ പറ്റിയൊന്നും ഒരു വർത്തമാനം പറയാൻ പറ്റില്ല. ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കേണ്ടുന്ന ഒരാൾ, മന്ത്രി, കേന്ദ്രമന്ത്രി, അദ്ദേഹം തോന്നിയ പോലെ പറയുന്നതിനോട് ആര് പ്രതികരിക്കാനാണ്? ഞാനൊന്നും പ്രതികരിക്കാൻ പോകുന്നില്ല. മാസപ്പടി കേസിൽ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായുള്ള നാടകം കളികളാണെന്ന നിലപാടിൽ തന്നെയാണ് CPM, സംസ്ഥാന CPM ഉറച്ചു നിൽക്കുന്നത്. ഇത് കോടതികൾ നേരത്തെ തള്ളിയതാണ്. ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് അടക്കം നടക്കുന്ന ഒരു സമയത്ത് കൃത്യമായി SFIയെ വെച്ചുള്ള ഒരു നാടകം കളിയാണ് നടക്കുന്നത്. ഈ കേസ് യാതൊരു തലത്തിലും നിലനിൽക്കില്ല, അത് നിയമം അറിയുന്ന ആർക്കും മനസ്സിലാവും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്.